നമസ്കാരം. അറേബ്യൻ ഫോക്കസിലേക്ക് സ്വാഗതം. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ദുഃഖസാന്ദ്രമായ ഒരു തിരക്കഥ പോലെ മനസ്സിനെ കൊളുത്തി വലിച്ചുകൊണ്ടിരിക്കും. കാണാനും കാണാതിരിക്കാനും പറ്റാത്ത ഒരു സമ്മിശ്ര അനുഭവമാണത്. 28 വർഷം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നും പ്രവാസഭൂമിയിലെത്തിയ അബ്ദുസമദിൻ്റെ ജീവിതം ഒരു തിരക്കഥ പോലെ നമുക്ക് വായിച്ചെടുക്കാം. അബ്ദുസമദിൻ്റെ നിറം കെട്ട ജീവിതത്തിൽ നിന്ന് അറേബ്യൻ ഫോക്കസിൻ്റെ ഈ ലക്കം ആരംഭിക്കുന്നു. ഫസ്റ്റ് സീൻ. 28 വർഷം മുമ്പുള്ള റിയാദ് നഗരം. പ്രവാസത്തിന്റെ ഒഴുക്കിന് ശക്തി കൈവരുന്നേയുള്ളൂ. ഭാഗ്യമന്വേഷിച്ച് ആയിരങ്ങൾ ഗൾഫ് എന്ന സ്വപ്നഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നു. അറിവില്ലാത്ത സാമൂഹ്യ ജീവിതത്തോട് ഇണങ്ങിയും പിണങ്ങിയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ. എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് ഊളിയിടുന്നു. മുഖം നഷ്ടപ്പെട്ടുപോയ ആൾക്കൂട്ടങ്ങളാണ് എവിടെയും. ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രതീക്ഷയോടെ കടന്നുവരികയാണ് അബ്ദുസമദ്. മുംബൈ നഗരത്തിനടുത്തുള്ള അന്തേരി ഗ്രാമത്തിൽ നിന്നാണ് അബ്ദുസമദിന്റെ വരവ്. 4 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി. തുന്നൽ ജോലിയാണ് ലഭിച്ചത്. തുണികൾക്ക് രൂപം നൽകി വസ്ത്രമാക്കി മാറ്റുമ്പോൾ ഇയാളുടെ ജീവിതത്തിനും ഒരു രൂപം കൈവരികയാണ്. നാട്ടിലെ കടം വീട്ടാനാവും. ഈ മണൽ ചൂടിൽ ഉരുകിയാണെങ്കിലും സന്തോഷത്തിന്റെ മരുപ്പച്ച കണ്ടെത്താനാവും. ഉറച്ച വിശ്വാസമുണ്ട്. കുടുംബത്തിലേക്ക് സന്തോഷത്തിന്റെ വെളിച്ചം അരിച്ചെത്തുകയായി. ആ വെളിച്ചത്തിന്റെ പ്രതിബിംബത്തിൽ പ്രതീക്ഷയുടെ രാശി പകർന്ന അബ്ദുസമദിന്റെ മുഖം. കട്ട്, ലൈറ്റ്സ് ഓഫ്. ആഹ്ലാദം അരുണിമ നൽകിയ ആ മുഖമാണിത്. മുഖത്തുനിന്ന് വെളിച്ചം മാഞ്ഞുപോയിരിക്കുന്നു. കിടപ്പാണ്, എഴുന്നേൽക്കാനാവില്ല. ഭാര്യയും കുട്ടികളും ഇയാളുടെ ഓർമ്മചിത്രങ്ങളിൽ ഇന്നില്ല. ജോലിയും കൂലിയുമില്ല. ഉള്ളത് ദുരിതങ്ങൾ മാത്രം. പ്രതീക്ഷയോടെ അറേബ്യൻ മണ്ണിൽ വന്നിറങ്ങുകയും അതിജീവനത്തിന്റെ വഴി കണ്ടെത്തുകയും ചെയ്ത കഥയിൽ നിന്ന് എങ്ങനെയുണ്ടായി ഈ പരിണാമം? 1.5 ലക്ഷം രൂപ വിസക്ക് നൽകി ഇവിടെ എത്തുമ്പോൾ ഈ കാണുന്ന ആളെ ആയിരുന്നില്ല അബ്ദുസമദ്. മണൽ നഗരത്തിന് പ്രവാസിയെ കൈവെള്ളയിലെ കളിമൺ പോലെ ഏതു രൂപത്തിലും മാറ്റി പ്രതിഷ്ഠിക്കാം. അബ്ദുസമദിന്റെ ഈ പരിണാമം അറിയണമെങ്കിൽ തിരക്കഥയ്ക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോയേ മതിയാവൂ. നാട്ടിലെ അവസാന സമ്പാദ്യവും ചേർത്തുവെച്ചാണ് ഇയാൾ സൗദിയിലേക്ക് യാത്രയാവുന്നത്. നാട്ടിലെ തൊഴിലായ ടൈലർ ജോലി തന്നെ ഇവിടെയും ലഭിച്ചു. റിയാദിനെ അബ്ദുസമദും അബ്ദുസമദിനെ റിയാദും അറിഞ്ഞു തുടങ്ങുകയായി. പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്നു. സമ്പാദ്യമെന്നു പറയാനില്ലെങ്കിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവുന്നു. സന്തോഷം, സമാധാനം. ഇതുവരെ പതിവ് തിരക്കഥ. ഇനി തിരക്കഥ മാറുകയാണ്. ആഹ്ലാദത്തിന്റെ വിത്ത് മുളപൊട്ടി വരുന്നതേയുള്ളൂ. അതിനിടെയാണ് ആ വിവരം അബ്ദുസമദിന്റെ കാതിലെത്തുന്നത്. ഭാര്യയ്ക്ക് വൃക്ക സംബന്ധമായ അസുഖമാണ്. ചികിത്സയ്ക്ക് ചിലവേറിയ രോഗം. തളർന്നില്ല അബ്ദുസമദ്. കൂടുതൽ അധ്വാനവും കൂടുതൽ വരുമാനവും എന്ന തത്വത്തിൽ മരുഭൂമിക്ക് മനസ്സും ശരീരവും സമർപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഇയാൾ. കടം വീട്ടാനും ഭാര്യയുടെ ചികിത്സയ്ക്കും തന്റെ വരുമാനം മതിയാവുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ദിനങ്ങളിലൊന്നിലാണ് 3 വർഷം മുമ്പ് ബുറൈദയിൽ വെച്ച് ഒരു വാഹനം ഇയാളെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. കഴുത്ത്, തോൾ, ഇടുപ്പ്, കാലുകൾ എന്നിവയെല്ലാം ഒടിഞ്ഞു നുറുങ്ങി. ചലിക്കാനാവാതെ മരണാസന്നനായി ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ദുരിതത്തിന്റെ അടുത്ത ദൂതുമായി അധികൃതരെത്തിയത്. ഭാര്യയുടെ ചികിത്സക്കായി അവസാനത്തെ വിയർപ്പും കറൻസിയാക്കി നാട്ടിലേക്ക് അയച്ചപ്പോൾ ഇക്കാമ പുതുക്കാനുള്ള പണം ബാക്കി നിന്നില്ല പോക്കറ്റിൽ. അതുകൊണ്ടുതന്നെ ഇക്കാമ പുതുക്കാനുമായില്ല. അറബിനാടിന്റെ നിയമമനുസരിച്ച് ആശുപത്രിക്കിടക്കയിലെ തളർന്ന ഈ ശരീരം കുറ്റവാളിയാണെന്ന് അബ്ദുസമദ് തിരിച്ചറിയുന്നു. ഇക്കാമയില്ലാതെ ഇവിടെ ചലനമില്ല, പുറം ലോകമില്ല. ഇയാളെയും ഇയാളുടെ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞ വാഹനമേതെന്ന് ഇതുവരെ അറിയാനായിട്ടില്ല. എന്നാൽ അബ്ദുസമദ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിന് സഡൻ ബ്രേക്ക് വീണിരിക്കുന്നു. ദുരിതങ്ങളുടെ പൂരം വരവായി. പിന്നീട് തന്റെ ചികിത്സാ ചിലവിനായി ഓടുന്നതിനിടയിൽ വീണുപോയ ഭർത്താവിനെ ഒരു നോക്കു കാണാൻ അനുവദിക്കാതെ ഇയാളുടെ ഭാര്യയെ മരണം കൂട്ടിക്കൊണ്ടുപോയി. ആ വിവരം അക്ഷരങ്ങളായി മുന്നിൽ നിറഞ്ഞു നിന്നപ്പോഴും ഒന്നുറക്കെ കരയാൻ പോലുമായില്ല ഈ മനുഷ്യജന്മത്തിന്. ഇവിടെ അവസാനിക്കണം തിരക്കഥ? ഇല്ല, അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല കണിശക്കാരനായ ആ തിരക്കഥാകൃത്ത്. വേദനയുടെ മരുഭൂമിയിൽ അനക്കമില്ലാതെ കിടന്ന അബ്ദുസമദിനെ വീണ്ടും പരീക്ഷിക്കുകയാണ് വിധി. സ്വപ്നവും പ്രതീക്ഷയും ഒടുങ്ങിയ മനസ്സിലെ ഇരുട്ട് പതുക്കെ പതുക്കെ കാഴ്ചയിലേക്കും പടരാൻ തുടങ്ങി. ഇരുകണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ഇയാൾ തിരിച്ചറിയുന്നത്
തനിക്ക് മുന്നിൽ ഏത് സമയവും ഇരുട്ട് കൂടുകൂട്ടിയപ്പോൾ മാത്രമാണ്. മുന്നിൽ ഇതുവരെ കണ്ടതെല്ലാം ഒരു കറുത്ത കാൻവാസായി ഇയാൾക്കു മുന്നിൽ നിരന്നു നിന്നു. ഈ ക്യാൻവാസിന്റെ കാഴ്ചയിൽ തടഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ് വീണ്ടും ആശുപത്രിയിൽ. മരണത്തിന്റെ അതിര് കണ്ടതിനു ശേഷമായിരുന്നു പിന്മടക്കം. പ്രാഥമിക കൃത്യം നിറവേറ്റാൻ പോലും പരസഹായം ആവശ്യമുള്ള ഈ ജീവിതം ഇന്ന് കടപ്പെട്ടിരിക്കുന്നത് മറ്റു ചില ജീവിതങ്ങളോടാണ്. കരഞ്ഞുകൊണ്ടാണെങ്കിലും ഇയാളുടെ ജീവിതകഥ വായിക്കാനുറച്ച മനുഷ്യസ്നേഹികൾ, അവരാണ് ഇനി സംസാരിക്കേണ്ടത്. വളരെ പ്രയാസങ്ങളും കഷ്ടതകളും നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളും വൈഫ് കിഡ്നി അസുഖം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇക്കാമ പുതുക്കാനോ മറ്റും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഈ സാമ്പത്തിക പരാധീനതയിനിടയിൽ പുരേരയിൽ വെച്ച് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഈ ആക്സിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ 2 കാലും മൾട്ടിപ്പിൾ ഫ്രാക്ചറും ഹിപ്പ് ഫ്രാക്ചർ, അതോടെ തന്നെ ഷോൾഡർ ഫ്രാക്ചർ, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഫ്രാക്ചറായ അദ്ദേഹം ഒരു ബെഡിൽ കഴിഞ്ഞ 2 വർഷമായി ആക്സിഡൻറ്റിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ബെഡിലാണ് മലമൂത്ര വിസർജനം പോലും ചെയ്തുകൊണ്ടിരുന്നത്. ആ സുഹൃത്തുക്കളായ ഖാദർഭായ്, രാജു, സനന്ത്, സത്താർ കായംകുളം, അലക്സ്, ഈ സുഹൃത്തുക്കളാണ് സ്വന്തം സഹോദരന്മാർ പോലും മടിക്കുന്ന ഈ കൃത്യം, അതായത് അദ്ദേഹത്തിനെ ഇത്രയും നാൾ ഈ റൂമിൽ പരിരക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് എല്ലാ സഹായങ്ങളും കൂടി ചെയ്തു വന്നിരുന്ന ഈ സുഹൃത്തുക്കളാണ്. മലയാളികളായ സനത്ത്, AK സത്താർ, അലക്സ്, നടരാജൻ, കന്യാകുമാരി സ്വദേശികളായ രാജു, ഖാദർഭായ് എന്നിവരാണ് അബ്ദുസ്സമദിനെ തങ്ങളുടെ ജീവിതത്തോട് ചേർത്തുവെച്ച് ഇക്കണ്ട കാലം കാത്തുപോന്നത്. പ്രവാസലോകത്തിന് അന്യമാവേണ്ട അബ്ദുസ്സമദിനെ തങ്ങൾക്കു വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇവർ. അബ്ദുസ്സമദിന്റെ കാഴ്ചയായി, ചലനമായി, ശബ്ദമായി ഇവരുണ്ടായിരുന്നു ഇക്കണ്ട കാലം. ഈ കിടപ്പിന് എന്നാണ് അവസാനം? എല്ലാ ചിന്തകളും അവസാനിക്കുന്നത് നാട്ടിലാണ്. അബ്ദുസ്സമദിന് തിരിച്ചു പോവണം നാട്ടിലേക്ക്. തുടങ്ങിയ ഇടത്തുതന്നെ അവസാനിപ്പിക്കണമെല്ലാം. അതിനും പ്രവാസത്തിന്റെ സ്നേഹം കൂട്ടിനെത്തി. ഇക്കാമയില്ലാത്ത ഇയാളെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഷിഹാബ് കൊട്ടൂക്കാട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ തീരുമാനിക്കുന്നു. ഇയാളുടെ നിരന്തര ശ്രമഫലമായി സൗദി സർക്കാർ മടക്കയാത്രയ്ക്കുള്ള അനുമതി നൽകി. 7500 റിയാൽ പിഴ ഒടുക്കിയാണ് ഈ അനുമതി നേടിയത്. എംബസിയും ജീവകാരുണ്യ സംഘടനയായ PRCയും ഇതിന്റെ ചിലവ് പങ്കിട്ടു. ഒരുങ്ങുകയാണ് മടക്കയാത്രയ്ക്ക് അബ്ദുസ്സമദ്. നാടുമായുള്ള വിനിമയ ചരട് പൊട്ടിയിട്ട് വർഷം 3 കഴിഞ്ഞു. 4 മക്കൾ. എവിടെയാണെന്നറിയില്ല. ജീവിച്ചിരിക്കുന്നോ എന്നും നിശ്ചയമില്ല. മണൽനാടിന്റെ പ്രതീക്ഷകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കണ്ട നാടിനെ ഇനി കാണാനാവില്ല ഇയാൾക്ക്. നാടും നഗരവും മക്കളും എല്ലാം ഒരു ഇരുണ്ട ഓർമ്മ മാത്രമായ അബ്ദുസ്സമദിന് തിരിച്ചു പോവണം. കണ്ണിന്റെ കാഴ്ചയൊടുങ്ങിയെങ്കിലും പോയേ മതിയാവൂ. കാരണം അവസാനിപ്പിക്കേണ്ടതുണ്ട് എല്ലാം തുടങ്ങിയ സ്ഥലത്തു തന്നെ. നല്ല സുഹൃത്തുക്കൾ മുന്നിൽ കണ്ണായി നിൽക്കും. റിയാദിലെ മലയാളി സമൂഹം ഇന്ന് അബ്ദുസ്സമദിന്റെ കാഴ്ച കൂടിയാണ്. എങ്ങോട്ടാണ് ഇയാൾ തിരിച്ചു വരേണ്ടത്? കുടുംബവും നാടും ഓർമ്മകളിൽ നിന്ന് പോലും പറിച്ചെറിഞ്ഞ ഇയാൾക്ക് എവിടെയാണ് മരണമേറ്റുവാങ്ങി വിശ്രമിക്കാനുള്ള 6 അടി മണ്ണ്? മുംബൈയിലെ അറേബ്യൻ ഫോക്കസിന്റെ പ്രേക്ഷകരിലാണ് ഇനി പ്രതീക്ഷ. അബ്ദുസ്സമദിന് അവസാന നാളുകളെ വരവേൽക്കാൻ ഒരു താവളം, അത് നമുക്കൊരുക്കാനാവണം. എന്നാൽ മാത്രമേ അറേബ്യൻ ഫോക്കസിന്റെ ദൃശ്യ സാന്നിധ്യം സാർത്ഥകമാവൂ. ഈ പ്രതീക്ഷയോടെ അടുത്ത വിഷയത്തിലേക്ക്. അറേബ്യൻ ഫോക്കസ്, മണലാരണ്യത്തിന്റെ മനസ്സും മരുപ്പച്ചയും.